വിദ്യാർത്ഥികളെ, സ്ക്രൂ ത്രെഡ് ഗേജ്, ത്രെഡ് റിംഗ് ഗേജ് എന്നിവ ഉപയോഗിച്ച് ത്രെഡ് പരിശോധിക്കുന്നു. സ്ക്രൂ ത്രെഡ് കട്ടിംഗ് BSW, ഇന്റേണൽ റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്, സ്ക്രൂ പിച്ച് ഗേജ്, ത്രെഡ് പ്ലഗ് ഗേജ് എന്നിവ ഉപയോഗിച്ച് ത്രെഡ് പരിശോധിക്കുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഇന്റേണൽ V ത്രെഡിംഗ് ടൂൾ സജ്ജമാക്കുക. ഒരു ഇന്റേണൽ ത്രെഡിംഗ് ടൂൾ ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡ് മുറിക്കുക. ഇന്റേണൽ ത്രെഡ് എക്സ്റ്റേണൽ ത്രെഡുമായി പൊരുത്തപ്പെടുത്തുക. മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്: ടാപ്പ് or ടാപ്പ് wrench, vernier calipers or micrometer, screw pitch gauge, thread plug gauges, deburring tools, thread cutting oil. Process. പാർട്ട് A, പാർട്ട് B. നൽകിയിരിക്കുന്ന അസംസ്കൃത വസ്തു അതിന്റെ വലിപ്പമറിയാനായി തൽക്കാല അളവ് ഉപയോഗിച്ച് പരിശോധിക്കുക. ഫോർക്കിൽ വർക്ക് ഹോൾഡ് ചെയ്ത് 10 മില്ലിമീറ്ററോളം ചക്കിനുള്ളിൽ ശരിയാക്കുക. അവസാനത്തതിനെ അഭിമുഖീകരിക്കുക. മധ്യഭാഗം ഡ്രിൽ ചെയ്ത് മധ്യഭാഗത്തെ സപ്പോർട്ട് ചെയ്യുക. റഫും ഫിനിഷും പുറം വ്യാസം തിരിക്കുക. സാധ്യമായ 40 mm നീളത്തിൽ. അറ്റം 1x45 ഡിഗ്രി ചാംഫർ ചെയ്യുക. പൈലറ്റ് ദ്വാരം ഡ്രിൽ ചെയ്യുക. 10 മില്ലിമീറ്റർ ഡ്രിൽ ചെയ്ത് 18 മില്ലിമീറ്ററായി വലുതാക്കുക. ഡ്രിൽ ചെയ്ത ദ്വാരം 1 കോർ ഡയാമീറ്ററിലേക്ക് തുളയ്ക്കുക. ഭാഗം എയുടെ 22.8 mm, ഭാഗം ബി 18.6 mm. ഒരു ടൂൾ പോസ്റ്റിനുള്ളിലെ ത്രെഡിംഗ് ടൂൾ ശരിയാക്കുക. അത് സെന്റർ ഗേജ് ഉപയോഗിച്ച് സജ്ജമാക്കുക. മെഷീനെ 8 TPI മില്ലിമീറ്റർ പിച്ചായും സ്പിൻഡിൽ സ്പീഡ് ലിവറുകൾ റഫിംഗ് വേഗതയുടെ 1/3 ആയും സജ്ജമാക്കുക. ബോർ ഉപരിതലത്തിലേക്ക് ടൂൾ ടിപ്പ് തൊടുക. ക്രോസ് ഫീഡ് ഗ്രാഡേറ്റ് കോളർ 0 സെറ്റ് ചെയ്യുക. റഫ് ആൻഡ് ഫിനിഷ് ത്രെഡ് 1 ഇഞ്ച് RH 7/8 LHBSW ത്രെഡ് തുടർച്ചയായ കട്ടുകൾ നൽകി പിച്ച് ഗേജ് ഉപയോഗിച്ച് പരിശോധിച്ച് പിച്ചിന്റെ കൃത്യത ഉറപ്പാക്കുന്നു. ഫിറ്റിന്റെ കൃത്യതയ്ക്കായി എക്സ്റ്റേണൽ ത്രെഡ് കൂടിച്ചേരൽ ഭാഗം ഉപയോഗിച്ച് പരിശോധിക്കുക. 40 മില്ലിമീറ്ററിലും ട്രൂയിലും വർക്ക് റിവേഴ്സ് ചെയ്ത് പിടിക്കുക. വർക്കിന്റെ അവസാനം അഭിമുഖീകരിക്കുക. മൊത്തം 20 മില്ലിമീറ്റർ നീളം നിലനിർത്തുക. ബാക്കിയുള്ള ദൈർഘ്യത്തിന് 40 മില്ലിമീറ്റർ ടേൺ റഫ് ആൻഡ് ഫിനിഷ്. പുറം അറ്റത്ത് 1x45 ഡിഗ്രി ചാംഫർ ത്രെഡ് ചെയ്തു ബോറിൽ 2x45 ഡിഗ്രി. മൂർച്ചയുള്ള അറ്റങ്ങൾ നീക്കം ചെയ്ത് അന്തിമ പരിശോധന നടത്തുക. ഇന്റേണൽ V ത്രെഡിംഗ് ടൂൾ എങ്ങനെ സെറ്റ് ചെയ്യാം? ഇന്റേണൽ ത്രെഡിംഗ് ടൂൾ ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നത് എങ്ങനെ? എക്സ്റ്റേണൽ ത്രെഡുമായി എങ്ങനെ ഇന്റേണൽ ത്രെഡുമായി പൊരുത്തപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക്
മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.